ഹലോ വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ലാസ്റ്റ് ആയിട്ട് വാങ്ങിച്ച 3 നെയിൽ പോളിഷിന്റെ ഷെയ്ഡും നെയിൽ പോളിഷും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ലാസ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് ആദ്യം വരുന്ന നെയിൽ കളറ് ഇതാണ് നെയിൽ പോളിഷ്. ഇത് എല്ലാം പറഞ്ഞിട്ടുള്ള നെയിൽ പോളിഷാണ്. നല്ലൊരു കളറാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയ ഗ്ലിറ്റേഴ്സ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ പൊട്ടാറ്റോ ലഷ് ലോങ് ലാസ്റ്റിംഗ് നോൺ ടോക്സിക് ആയിട്ടുള്ള നെയിൽ പോളിഷ്. ഇതും ഒരു ഗ്രീൻ കളർ നെയിൽ പോളിഷ് ആണ്. ഫുള്ള് ഗ്ലിറ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന്റെ എന്താ പറയാ, നെയിൽ പോളിഷിന്റെ ഇതന്നെ വേറെ തന്നെ വെറൈറ്റിയാണ്. കാരണം നമുക്ക് വേറെ നെയിൽ പോളിഷ് എന്ന് പറയുന്നത് പല ബോട്ടിൽസും പല ക്യൂട്ട് ആയിട്ടുള്ള ഇതും അവൈലബിൾ ആണ്. പക്ഷെ എന്താ പറയാ, ഇത് കുറച്ചും കൂടെ ഒരു സ്റ്റാൻഡേർഡ്, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള നെയിൽ പോളിഷ് ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തിരിയും. പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ളത് ഇതാ, അതിന്റെ ലവിന്റെ തന്നെ ഗോൾഡൻ കളർ. ഇത് ആക്ച്വലി ഇതിന്റെ അകത്ത് കുറേ ഗ്ലിറ്റേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ആക്ച്വലി ഇപ്പം ഞാൻ എന്റെ വീട്ടിലുള്ള സമയോ ഞാൻ നെയിൽ പോളിഷ് അങ്ങനെ എന്റെ വീട്ടുകാരൊന്നും അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. നെയിൽ പോളിഷ് എന്നല്ല, ഒരു കോസ്മെറ്റിക്സും വാങ്ങലില്ല. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ എന്റെ പപ്പയുടെ സൈഡ്, പപ്പന്റെ സിസ്റ്ററിന്റെ മക്കളാണ് എനിക്ക് ഇങ്ങനത്തെ കോസ്മെറ്റിക്സ് ഒക്കെ തരാന്. അതും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഷുഗർ ആ ഒരു ബ്രാൻഡൊക്കെ ഉള്ള കോസ്മെറ്റിക്സ് എനിക്ക് അവര് തരും. അവര് പിന്നെ എന്താ പറയാ, നെയിൽ പോളിഷ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അവിടെ പോയാലും എന്താ പറയാ, ഞാൻ അവിടെ ഒരു പ്രാവശ്യം പെരുന്നാളിന് പോയിട്ടുണ്ടായിരുന്നു എന്റെ ഉപ്പുമാന്റെ വീട്ടിൽ, അതായത് എന്റെ ഫാദറിന്റെ വീട്ടിൽ പോയപ്പോ എന്റെ ഹെയർ കണ്ടിട്ട് ഞാൻ ഗ്രീൻ കളർ ഹെയർ കളർ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം എന്റെ കസിൻ, അതായത് പപ്പന്റെ സിസ്റ്ററിന്റെ മോള്, അവൾ എന്നോട് പറഞ്ഞു, ദിയ എനിക്ക് മുടി സ്ട്രൈറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ട് എന്റെ മുടി സ്ട്രൈറ്റ് തന്ന്. അപ്പം എന്താ പറയാ, വേറെ തന്നെ ഒരു സ്നേഹമാണ് അവർക്ക് എന്നോട്. കാരണം എന്റെ വീട്ടിലെ ആൾക്കാർ എന്നോട് എന്താ പറയാ, ബാക്കി എന്റെ വീട്ടിന്റെ മമ്മയുടെ സിസ്റ്ററിന്റെ മക്കളൊക്കെ വല്ലാത്തൊരു ക്രൂവൽ ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരെന്ന് വെച്ചാല് അവരുടെ സ്വഭാവം എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. സത്യം പറയല്ല. ഇപ്പൊ ഞാനെന്ന് വെച്ചാൽ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്റ്റോറി പറയാം. സ്റ്റോറി എന്ന് വെച്ചാൽ ചെറിയൊരു കഥ. അതെന്ന് വെച്ചാല് എന്റെ മമ്മയുടെ സിസ്റ്ററിന്റെ മോളുണ്ട്, സദാഫ എന്ന പേര്. അപ്പം അവളുടെ സ്വഭാവം എന്ന് പറഞ്ഞാല് വല്ലാത്തൊരു സ്വഭാവമാണ്. സത്യം പറയാ, ആക്ച്വലി ഞങ്ങൾക്ക് അവളെ കൊല്ലേണ്ട ദേഷ്യമുണ്ട്. കാരണം അവളെ സ്വഭാവം എന്ന് പറഞ്ഞാല് എന്താ, ഇപ്പോ അവളെ കൈമല് ഐലൈനർ പിന്നെ ലിപ്സ്റ്റിക് നല്ല ഷെയ്ഡൊന്നും ഇല്ലെങ്കിൽ എന്റെ അടുത്ത് വന്ന് ചോദിക്കും. ഓക്കെ, ഐലൈനർ ഞാൻ അവൾക്ക് കൊടുക്കും. അവൾക്ക് ഫംഗ്ഷന് പോകാനോ എന്തിനു പോകുമ്പോ എന്നോട് ചോദിക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തരോ. ഓളൊന്നും വാങ്ങിക്കൂല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തരോ എന്നിട്ട് ഇങ്ങനെ ഇരക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ കൊടുത്തു പോവും. പിന്നെ എന്റെ കൈമന്ന് ആ സാധനം തീർന്നാലും ഞാൻ അവളോട് ചോദിക്കുമ്പോ അവൾ എനിക്ക് തരൂല. അത് എന്ത് ചെറ്റ സ്വഭാവമാണെന്നറിയോ, അത്രയും വെടുക്ക് ചെറ്റ സ്വഭാവമാണ് അവളത്. ഓക്കെ, അവളത് മാത്രല്ല എല്ലാ വീട്ടിലെല്ലാവരും കണക്കാണ്. സത്യം പറയാം, എക്സെപ്റ്റ് എന്റെ ഫാമിലി. പിന്നെ എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള മമ്മയുടെ 2-3 സിസ്റ്റേഴ്സും മക്കളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ വേറൊരു വീഡിയോയില് അവരെ ഓരോ ക്വാളിറ്റീസും അവരെ ഓരോ സ്വഭാവത്തിനും പറ്റിയിട്ട് ഞാൻ പറയാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം അങ്ങനത്തെ സ്വഭാവം, എച്ചിത്ര സ്വഭാവം, ചെറ്റ സ്വഭാവം ഒന്നും എനിക്ക് ഇഷ്ടമില്ല. സത്യം പറയാം. കാരണം അവർ ഇങ്ങോട്ട് കാണിക്കുന്നത് ഞാൻ അങ്ങോട്ട് കാണിക്കുള്ളൂ. എന്നോട് ഒരാള് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും എന്റെ സ്വഭാവം. ഇപ്പൊ എന്റെ മുന്നിൽ നിന്ന് നല്ല ചിരിച്ച് നല്ല രീതിയിൽ മെസ്സേജ് അയച്ചിട്ട് വേറെ ആളോട് കുത്തി ഇങ്ങനെ വേറെ ആളോട് ഇല്ലാത്തതിൽ എന്നെ പറ്റി പറയുമ്പോ അതെനിക്ക് സങ്കടമല്ല വരുന്നത്. അതെനിക്കില്ലേ അവരോടുള്ള ദേഷ്യവും വെറുപ്പും ഒക്കെയാണ് വരുന്നത്. അത് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, അത് ഞാൻ പയ്യെ പറയാം. പറയുന്നതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. അത്രയും ചെറ്റ സ്വഭാവമുള്ള കുറച്ച് തീട്ടങ്ങളുണ്ട്. അപ്പം എന്താ പറയാ, അത് ആരും ആയിക്കോട്ടെ, എന്റെ സൈഡിൽ നിന്ന് ആയിക്കോട്ടെ അവന്റെ സൈഡിൽ നിന്ന് ആയിക്കോട്ടെ, എന്ത് സ്വഭാവമാണെങ്കിലും ഞാനത് കണ്ടറിയുന്നുണ്ട്. അവരെ വിചാരം ഞാനൊന്നും അറിയുന്നില്ല, എന്റെ ഹസ്ബൻഡ് എന്നോടൊന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ. ബട്ട് എല്ലാം എന്റെ ഹസ്ബൻഡ് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഞാനായിട്ട് എല്ലാം അറിയുന്നുണ്ട്. അതുകൊണ്ട് ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അപ്പം എന്താ പറയാ, അപ്പൊ ഇങ്ങനത്തെ തീട്ട സ്വഭാവമുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് എന്നെ പണി കിട്ടാം. ബിക്കോസ് എന്റെ അനുഭവത്തിൽ എനിക്ക് കുറെ പണി കിട്ടിയതാ. അവന്റെ ഫാമിലിന്റെ സൈഡായാലും എന്റെ ഫാമിലിന്റെ സൈഡായാലും പല പ്രാവശ്യം ഞാൻ അനുഭവിക്കാത്തതിനൊന്നും ബാക്കിയില്ല. സോ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. നിങ്ങളെ ഫാമിലിനെ നിങ്ങൾ നോക്കാം, അല്ലാണ്ട് നമ്മൾ മറ്റോരെന്താ കളിക്കുന്ന അതൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. സത്യം പറയും, ഇപ്പത്തെ കാലത്ത് പ്രത്യേകിച്ചിട്ട്. അതുകൊണ്ട് എന്താ പറയാ, ചെറിയൊരു വീഡിയോ ആക്കാൻ വിചാരിച്ചതാണ്. അപ്പോ ഞാൻ ആക്ച്വലി നെയിൽ പോളിഷ്
ഇത് എവിടുന്നാ വാങ്ങിച്ചെന്ന് വെച്ചാല് ഇത് എവിടുന്ന വാങ്ങിച്ചേ, നമ്മള് ഒരു ഫാൻസി ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു നെയിൽ കളർ. പിന്നെ വരുന്ന ഇത് രണ്ടും വെച്ചാല് നമ്മള് ഇവിടുന്ന് സെക്യൂര മോള്, താഴ്ചവക്കുള്ള സെക്യൂര മോളിന്. ഇത് ആക്ച്വലി ഞാൻ ഇത് എടുത്തിട്ടില്ല. ഞാന് പൈസ ഒക്കെ ഇങ്ങനെ ബിൽ ചെയ്യുമല്ലോ, ബില്ലിംഗ് സെക്ഷനിൽ പോയപ്പം എന്റെ ഹസ്ബൻഡ്, അതായത് സാമിന് അറിയാം എനിക്ക് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ്. അപ്പൊ സാമ് പോയിട്ട് എന്താ കുറച്ച് അങ്ങോട്ട് പോയിക്കാനാണ് നെയിൽ പോളിഷിന്റെ ഒരു സെക്ഷൻ ഉണ്ട്, ഒരു ബ്യൂട്ടി കോസ്മെറ്റിക്സ് വെക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട് സെക്യൂര മോള് നെസ്റ്റോള്. അപ്പോ അവിടുന്ന് ഇത് രണ്ടും എടുത്തിട്ട് വന്ന് എനിക്ക് പറഞ്ഞ ഇതും കൂടി പേ ചെയ്യാം. അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി. കാരണം എന്ന് പറഞ്ഞാൽ സാമിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാല് വെരി നൈസ് ബിഹേവിയർ, ഭയങ്കര നല്ല സ്നേഹം എന്നോട്. കാരണം ഓർക്ക് അങ്ങനെയൊന്നുമില്ല. ഓർക്ക് എനിക്ക് എന്താ പറയാ, ഇപ്പൊ ഓർക്ക് പൈസ ഇല്ലെങ്കിലും എനിക്കായിട്ട് എല്ലാം ചെയ്തിരുന്ന എനിക്ക് മാത്രം. അവന്റെ കാര്യം അവൻ നോക്കുകയേയില്ല. എന്റെ കാര്യങ്ങൾ, എന്റെ ഇഷ്ടങ്ങൾ എല്ലാം സാധിച്ചു തന്നിട്ടുണ്ട്. അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ, നമ്മള് പ്രേമിക്കുന്ന സമയം തൊട്ടിട്ട് ഇന്ന് വരെ അവൻ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ. എനിക്ക് അവനെ ഒരു കാരണവശാലും ആരുടെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം അത്രമാത്രം അവരെന്നെ നോക്കുന്നുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതെനിക്ക് വളരെ വളരെ രീതിയിൽ ഹേർട്ടായിട്ടുണ്ട്. അപ്പം അതൊന്നും ഐ ഡോണ്ട് കെയർ. ഞാൻ ഇതിലോട്ട് കേൾക്കും, ഇതിലോട്ട് തള്ളിക്കളയും. അതാണ് എന്റെ സ്വഭാവം. ഓക്കെ, ചീത്ത ഐ മീൻ അനക്ക് ഫീൽ ആകുന്നില്ലെങ്കിൽ അനക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഇതിലോട്ട് കേൾക്കും, ഇതിലോട്ട് തള്ളിക്കളയും. അതാണ് എന്റെ സ്വഭാവം. സോ ആരും ബാക്കിൽ നിന്നിട്ട് ചതിക്കരുത്. അത് മാത്രമേ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളൂ. താങ്ക് യു.